നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. നാളുകളായി കിട്ടുന്ന നോട്ടുകളും പണവും എണ്ണി തിട്ടപ്പെടുത്താതെ നശിച്ചു പോകുന്നു. ക്ഷേത്രഭരണത്തിന് തർക്കമാണ് കാരണം. ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നും നിരീശ്വരവാദികളെ മാറ്റി നിർത്തണമെന്നും ആവശ്യം ഉയരുന്നു. കർമ്മ എക്സ്ക്ലൂസീവ്. ഓണാട്ടുകര എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് ഭക്തജനങ്ങൾക്ക് നമ്മുടെ സാമൂഹികമായിട്ടൊരു നീതി നിഷേധം നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തി നമ്മുടെ ക്ഷേത്രത്തിൽ ആരാധനാലയമായിട്ട് ഭക്തി നിർഭരം ഇടുന്ന ആ കാണിക്കകൾ അത് തുറന്ന് എണ്ണി തിട്ടപ്പെടുത്താതെ അത് കെട്ടി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ലക്ഷങ്ങൾ കണക്കുള്ള അല്ലെങ്കിൽ എത്ര രൂപയായിക്കോട്ടെ അത് ഒരു അഴിമതിയായിട്ട് അതെന്ന് പറഞ്ഞാൽ അത് പൊതിഞ്ഞു കിടന്ന് അത് നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കുറച്ച് വർഷക്കാലമായിട്ട് ഭരണസമിതികളും മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. എന്തു തന്നെ ആയാലും ഭക്തജനങ്ങൾ ആദരപൂർവം ഭക്തി നിർഭരമായിട്ടിടുന്ന ആ കാണിക്ക അത് എടുത്ത് എണ്ണിത്തിട്ടപ്പെടുത്തി അതിന് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ തന്നെ ആയിരിക്കണം. മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഗോശാലകൾ പണിഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്തൊരു ആശുപത്രിയിലേക്ക് വസ്തുക്കൾ വാങ്ങുന്നുണ്ട്, അതേ കണക്കിന് റോഡ് പണി നടക്കുന്നുണ്ട്. പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കോടതി വിചാരിച്ചിരിക്കുന്നത് പൈസ ഈ ക്ഷേത്രത്തിൽ വരുന്ന കാണിക്ക മാത്രമേ ഉള്ളെന്നുള്ളതാണ്. കാണിക്ക അല്ലാതെ നിരന്തരം ഇവിടുത്തെ ഉത്സവങ്ങളുമായിട്ട് ഭരണസമിതി അംഗങ്ങൾക്ക് പുറമേയിൽ നിന്ന് നമ്മുടെ ഉത്സവ 12 വിളക്കിനോടനുബന്ധിച്ച് ലേലം നടക്കുന്ന സമയത്തുമൊക്കെ പൈസകൾ കിട്ടും. അത് തന്നെ വലിയൊരു തുകയാണ്. അപ്പോൾ അത്തരം തുകകൾ വെച്ചാണ് ഇവിടെ ഈ ഭരണസമിതിക്കാർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത രീതിയിലാണ് ചുമ്മാതെ വസ്തുനിഷ്ഠമായിട്ടും സമൂഹത്തിന് ആവശ്യമുള്ള രീതിയിലുമല്ല അവിടുന്ന് ഈ അമ്പലത്തിലെ പണം കൊണ്ടുവന്ന് ദൂർത്തടിച്ച് അത് വിളക്കാക്കി തനിക്കാക്കാൻ ഉള്ള ഒരു പ്രവണതയോടുകൂടി ഈ പൈസയെല്ലാം അവിടെ കൊണ്ടിട്ട് അവർക്ക് ആർക്കും അർഹിക്കാത്ത ശമ്പളം, അർഹിക്കാത്തവർക്ക് ഒരു മാനദണ്ഡവും ഇല്ലാതെ പൈസ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് ഈ ബന്ധപ്പെട്ടവർ പൈസ വാങ്ങിക്കുന്ന വളരെ 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 ആക്ഷേപകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ കണക്ക് നോക്കിയാൽ അവരൊക്കെ നഷ്ടത്തിൻ്റെ കൂമ്പാരമായിരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു ഇത് അവിടെ ഉണ്ടാക്കാൻ നടത്തിയെടുക്കുന്നുണ്ട്. BSc നഴ്സിംഗ് കോളേജ് ഇവിടെ സ്ഥാപിച്ചു. BSc നഴ്സിംഗ് കോളേജ് സ്ഥാപിച്ച അത്രയും ഓഫീസ് വർക്കേ ഉള്ളു ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിനായിരുന്നു. പക്ഷേ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അടിത്തറ ശരിയാക്കി വെച്ചിരിക്കുമായിരുന്നു. കാരണം അതിന് വേണ്ടുന്ന സ്ഥലങ്ങൾ, അതിന് വേണ്ടുന്ന കെട്ടിടങ്ങൾ, ഇതൊക്കെ പണിയാനുള്ള കാശിനാണ് ഞാൻ കാലാവധി തീരുന്ന സമയത്ത് പോലും ഇത്രയും കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് 22.5 കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടാണ് ഞാനവിടെ ഇറങ്ങുന്നത്. അങ്ങനെ സംഭരിച്ച് വെച്ചത് മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നുള്ള അത്യാഘാതമായ ആഗ്രഹവും എല്ലാവരുടെയും ആവശ്യമായിരുന്നു, നാട്ടിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് അതിനുവേണ്ടിയാണ് ആ പൈസ സംഭരിച്ച് വെച്ചിട്ടുള്ളത്. അതങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്കത് കാരണം അതിനുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ വാങ്ങിച്ചു കഴിഞ്ഞ് വീണ്ടും സ്ഥലങ്ങൾ അതൊന്നും നടക്കാൻ പറ്റിയില്ല. പിന്നെ വന്നവർക്ക് അതിനെപ്പറ്റി എന്തിനധികം പറയുന്നത്, അവിടെ ഒരു 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 കാര്യവും ചെയ്യാൻ അവർക്ക് ആർക്കും സമയമില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഏത് കാര്യം ചെയ്താലും തനിക്ക് എന്തെടുക്കാൻ പറ്റും അതിലധിഷ്ഠിതമായ പ്രവർത്തന ശൈലിയായിരുന്നു. അതുകൊണ്ടാണ് അവർ നടക്കാതെ പോയത്. ഓച്ചിറ ക്ഷേത്രത്തിൽ ആരും നിന്ന് പൈസ വാങ്ങിക്കരുതെന്നുള്ള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മുഴുവൻ ആൾക്കാരെയും ഇറക്കി നിർത്തി. ആളുകൾ വന്നാൽ വഞ്ചിക്കകത്ത് പൈസ അടിച്ചൊരു സംവിധാനമായിരുന്നു. അത് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ അതങ്ങ് നിർത്തി അവരവിടെ ആളിനെ നിർത്തി വഞ്ചിയിൽ പൈസ ഇടാതെ അവർ കാശ് വാങ്ങിച്ച് വീതിച്ചിട്ട് കൊണ്ടുപോയെന്നൊരു സംവിധാനം വന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വിധി സ്റ്റേ മേടിച്ചിട്ട്
പൈസകൾ എണ്ണി തിട്ടപ്പെടുത്താതിരിക്കുകയും അതിന് പകരം ഒരു വഞ്ചി തൊട്ടു മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വഞ്ചിയിലാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ കാണിക്കയിടുന്നത്. ഇത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തുറക്കാം, അതിലെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് മറ്റ് പല കാര്യങ്ങളും. അതേപോലെ ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരോടും മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ ആൽത്തറയിൽ ഇവിടെ പൂജകൾ ചെയ്യുന്നവരിടത്തും വളരെയധികം നീതി നിഷേധമായിട്ടുള്ള കാര്യങ്ങളാണ്, മനസാക്ഷിപരമല്ലാത്ത കാര്യങ്ങളാണ് അവരോട് നിരന്തരം. അനീതിക്കും ഏത് ഭരണസമിതി വന്നാലും അവരുടെ അനീതിക്കും അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ഈശ്വരവിശ്വാസമായ ഭക്തജനങ്ങൾക്ക് പരബ്രഹ്മവിന് വേണ്ടിയുള്ള നേർച്ചകളും ആരാധനാക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജാരിമാരെ അവരെ മാനസികമായിട്ട് ദ്രോഹിക്കുകയും അവരെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ 7-8 മാസത്തോളം തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മറ്റ് പല കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇവർ ഇതിൽ നിന്നും ഓരോ പദ്ധതികൾ, ഒരു ഗോശാല ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് അവിടെ അതിൻ്റെ തുക, ചിലവായതിൻ്റെ തുക എഴുതി വെച്ചിട്ടില്ല. ബാക്കി എല്ലാ ഫോട്ടോയും കാര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് അവരത് ചിലവായ തുക അവിടെ കാണിക്കാത്തത്? 40 ലക്ഷം രൂപ ആയെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഗോശാല പോലെ ആണോ ഇതും? അതും അത്രയ്ക്കും വലുതാണോ? ഞാൻ പോയി കണ്ടതിന് ശേഷം അത്രയും പൈസ എന്തായാലും ചിലവാകത്തില്ലെന്നാണ് ഇവിടുത്തെ മുൻ ഭരണസമിതിക്കാരും പ്രദേശവാസികളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആശുപത്രി, ഈ ആശുപത്രിയും ഈ ഓച്ചിറയും മഹാ ഒരു ക്ഷേത്രമാകുകയും ഈ കൊല്ലം ജില്ലയിലും അല്ല ഓച്ചിറയിലുള്ളവർക്ക് തന്നെ വളരെ സാമൂഹ്യമായിട്ട് നമ്മുടെ പുട്ടുവർത്തിയൊക്കെ കേട്ടിരിക്കുന്നത് പോലെ അവിടെ അതേപോലെ ആൾക്കാർക്ക് സുരക്ഷിതവും അവർക്കൊരു ആശ്രയവുമാകേണ്ട ഒരു സ്ഥലം ഇത്രയും രീതിയിൽ ഉത്തരവാദിത്ത ബോധമില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഭക്തജനങ്ങൾ ഇതിനെതിരെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് പ്രതിഷേധങ്ങളും മറ്റ് കോടതി വ്യവഹാരങ്ങളുമായിട്ട് പോകണം. എന്തുകൊണ്ട് ഈ പൈസ സുരക്ഷിതമായിട്ട് ഒരു ബാങ്കിൽ നിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഇത് കിടന്ന് നശിച്ചു പോയാൽ ആർക്കാണ് ഇതിൻ്റെ ഗുണം? പക്ഷേ ഗുണമുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന വഞ്ചിയിൽ നിന്നും അവർ പൈസ അവർക്ക് എടുത്ത് വിനിയോഗിക്കാമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റൽ അവിടെ സത്യസായി ഓർഗനൈസേഷൻ്റെ ആണ് ഡയാലിസിസ് സെൻറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ അത്രയും ഇവിടെ 80ഓളം കോടി രൂപയോളം അതിലധികം പൈസ നിക്ഷേപമായിട്ടുള്ളപ്പോഴാണ് ഇത്തരം ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റാഞ്ഞത്.